അമേരിക്ക കത്തുകയാണ്. ലോകത്ത് കോവിഡ് എന്ന മഹാമാരിയുടെ ദുരിതങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ ആ രാജ്യം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത മറ്റൊരു പ്രതിസന്ധിയാണ്. ഒന്നിച്ചു നിന്ന് അദൃശ്യ ശത്രുവിനെ നേരിടേണ്ട ഒരു രാജ്യത്തെ കലാപഭൂമിയാക്കുന്നത് ആരാണ്? അവരുടെ ലക്ഷ്യമെന്താണ്? എരുതിയിൽ അമേരിക്ക എന്ന പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. Well, you got him down, man. Let him breathe, at least, man. I can't breathe. I've been trying to help out. So he can breathe a little bit more. Put your hand on his neck, man. One of my homies died. He went back before he got. I'm about to die, just say. Relax. Man, I can't breathe my face. Just get up. കഴിഞ്ഞ മെയ് 25-നാണ് ഈ 9 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായത്. മിനിയാപോളിസിൽ കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡിനെ വെള്ളക്കാരനായ ഡെറക് ചൗവിൻ എന്ന പോലീസുകാരൻ കഴുത്തിൽ കാൽമുട്ടമർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ രംഗമാണ് ആ വീഡിയോയിൽ ചിത്രീകരിക്കപ്പെട്ടിരുന്നത്. എനിക്ക് ശ്വാസം മുട്ടുന്നേ എന്ന ഫ്ലോയിഡിൻ്റെ നിലവിളി ആ വെള്ളക്കാരൻ ശ്രദ്ധിക്കുകയേ ചെയ്തില്ല. എന്നാൽ ആ നിലവിളി ഐ കാൺ ബ്രീത്ത്, അതായത് എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന മുദ്രാവാക്യമായി അമേരിക്കയാകെ പിന്നീട് അലയടിക്കുകയായിരുന്നു. തുടക്കത്തിൽ ശാന്തമായി തുടങ്ങിയ പ്രക്ഷോഭങ്ങൾക്ക് പിന്നീട് അക്രമ സ്വഭാവം കൈവന്നു. അമേരിക്കയിൽ നിന്നും പ്രതിഷേധം ബ്രിട്ടൻ, ന്യൂസിലൻഡ്, ജർമ്മനി, ഓസ്ട്രേലിയ തുടങ്ങി വിവിധ രാജ്യങ്ങളിലേക്ക് പടർന്നതോടെ ലോക മനസ്സാക്ഷി വംശീയ വിവേചനത്തിനെതിരെ ഉണരുകയായിരുന്നു. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അത് കറുത്ത വർഗ്ഗക്കാരനായാലും വെളുത്ത വർഗ്ഗക്കാരനായാലും. എന്നാൽ ഫ്ലോയിഡിന്റെ അവസാന നിമിഷങ്ങൾ ഡെറക് ചൗവിൻ എന്ന മനുഷ്യനിലെ അതിക്രൂര സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതായിരുന്നു. ഫ്ലോയിഡിനോടുള്ള പോലീസ് ക്രൂരത മറനീക്കി പുറത്തു വന്നത് 17-കാരിയായ ഡർനെല ഫ്രേസിയർ തന്റെ മൊബൈലിൽ ആ രംഗങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തതോടെയാണ്. അമേരിക്കയിലെ മിനിസോട്ട സംസ്ഥാനത്ത് മിനിയാപോളിസ് നഗരത്തിൽ പൗഡർ ഹോണിലെ ഒരു പലചരക്ക് കടയിലാണ് സംഭവത്തിൻ്റെ തുടക്കം. സിഗരറ്റ് വാങ്ങിയതിന് ശേഷം ജോർജ് ഫ്ലോയിഡ് നൽകിയ $20 ബിൽ വ്യാജമാണെന്ന സംശയത്തിൽ കടയിലെ ജീവനക്കാരൻ ചെയ്ത ഫോൺ കോൾ പ്രകാരമാണ് പോലീസ് അവിടെ എത്തുന്നത്. അപ്പോൾ ഷോപ്പിൻ്റെ സമീപത്ത് പാർക്ക് ചെയ്ത കാറിൽ ഇരിക്കുകയായിരുന്ന ജോർജ് ഫ്ലോയിഡിനെ പോലീസ് ബലപ്രയോഗത്തിലൂടെ പിടികൂടി. തുടർന്ന് പോലീസ് ചെയ്ത നിഷ്ഠൂര പ്രവൃത്തിയിലൂടെ ആ ആഫ്രിക്കൻ അമേരിക്കൻ വംശജൻ്റെ ജീവൻ എടുക്കപ്പെടുകയായിരുന്നു. മരണശേഷം നടത്തിയ പരിശോധനയിൽ ഫ്ലോയിഡിന് കോവിഡ് ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ട്രക്ക് ഡ്രൈവറായും റെസ്റ്റോറൻറ്റിലെ സുരക്ഷാ ജീവനക്കാരനായും മിനിയാപോളിസിൽ ജോർജ് ഫ്ലോയിഡ് ജോലി ചെയ്തിട്ടുണ്ട്. മോഷണ കേസിൽ 5 വർഷം തടവിൽ കഴിഞ്ഞിട്ടുള്ള ഫ്ലോയിഡ് മുൻപ് അശ്ലീല സിനിമകളിൽ അഭിനയിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. ഫ്ലോയിഡിൻ്റെ നെഞ്ചിൽ പതിച്ച ടാറ്റു മാസോണിക് മുദ്രയാണെന്നും ഇത് ഫ്ലോയിഡിൻ്റെ ഇത്തരം സംഘടനകളുമായുള്ള ബന്ധത്തിൻ്റെ സൂചനകളാണെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കയിലെ വംശവർഗ വിവേചനങ്ങൾക്ക് വർഷങ്ങൾ നീണ്ട ചരിത്രമുണ്ട്. പോയ കാലത്തെ പല വീഴ്ചകളും കാലം മായ്ച്ചു കളഞ്ഞെങ്കിലും ഇപ്പോഴും സംശയത്തോടും ഭയത്തോടുമാണ് ഒരു കൂട്ടരെങ്കിലും മറുകൂട്ടരെ വീക്ഷിക്കുന്നത്. പലപ്പോഴും ഇത്തരം തെറ്റിദ്ധാരണകളും അകാരണ ഭയവും മറുവിഭാഗത്തിന്റെ ജീവന് തന്നെ ഭീഷണിയായി തീരാറുണ്ട്. ജോർജ് ഫ്ലോയിഡ് അമേരിക്കയിലെ വംശീയ വിവേചനത്തിൻ്റെ അവസാന വാക്കായി മാറണമെന്ന ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം അമേരിക്കക്കാരും. ഇനിയൊരു ജീവൻ ഇതുമൂലം നഷ്ടപ്പെടരുത് എന്ന ചിന്തയും മരണത്തെ തുടർന്നുണ്ടായ വൈകാരിക വിക്ഷോഭവും കൂടിച്ചേർന്നാണ് പ്രതിഷേധ പ്രകടനങ്ങൾക്ക് തുടക്കമിട്ടത്.
വർഷങ്ങളായി ഒരു വിഭാഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയുടെ തിക്താനുഭവങ്ങൾ സമ്മാനിച്ച നോവുകളുടെ ബഹിർസ്ഫുരണമായിരുന്നു ആ പ്രതിഷേധ പ്രകടനങ്ങൾ. വലതുപക്ഷക്കാരനായ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിൽ നിന്ന് തങ്ങൾക്ക് നീതി ലഭിക്കില്ലെന്ന ചിന്തയും അവരെ പ്രക്ഷോഭത്തിലേക്ക് നയിച്ചു. എന്നാൽ ഇപ്പോൾ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങളെ കലാപമാക്കി മാറ്റുന്നവർ ലക്ഷ്യം വെക്കുന്നത് പ്രസിഡന്റ് ട്രംപിന് തന്നെ ആണ് എന്നതാണ് യാഥാർത്ഥ്യം. വംശീയ വിഭാഗീയതയ്ക്ക് എതിരായ പോരാട്ടം ഇപ്പോൾ ട്രംപിനെ താഴെയിറക്കാനുള്ള കലാപമാക്കി മാറ്റുന്നതിൽ അവർ ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു. ലോകത്തുടനീളം വംശീയമായും ജാതീയമായും ലിംഗപരമായുമെല്ലാം വിവേചനങ്ങൾ ഏറിയും കുറഞ്ഞും കാണാൻ നമുക്ക് കഴിയും. ഇത് ചിലപ്പോഴെല്ലാം അക്രമാസക്തമാകാറുണ്ട്. എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ സംഭവിക്കുന്നത് മനഃപൂർവ്വം കലാപം സൃഷ്ടിക്കുന്നവരുടെ അഴിഞ്ഞാട്ടമാണെന്ന് പറയേണ്ടി വരും. അതിനു പിന്നിലാകട്ടെ ആന്റിഫ എന്ന രഹസ്യാത്മക സംഘടനയും. ആരാണ് യഥാർത്ഥത്തിൽ ഈ കലാപം ആസൂത്രണം ചെയ്യുന്നതും അതിവേഗം വ്യാപിപ്പിക്കാൻ സഹായിക്കുന്നതും? ആ അന്വേഷണം എത്തിച്ചേരുക ആന്റിഫ എന്ന പ്രസ്ഥാനത്തിലാണ്. തീവ്ര ഇടതു ചിന്താഗതി വെച്ചു പുലർത്തുന്ന രഹസ്യ സ്വഭാവമുള്ള സംഘടനയായാണ് ആന്റിഫയെ പൊതുവെ വിലയിരുത്തുന്നത്. ലോകത്തിലെ എല്ലാ വിവേചനങ്ങൾക്കുമെതിരെയും പ്രതികരിക്കുന്ന കൂട്ടായ്മ എന്നാണ് അവർ സ്വയം അവകാശപ്പെടുന്നത്. എന്നാൽ കലാപം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിക്കുകയും വെട്ടുകളികളെ പോലെ ആക്രമണം നടത്തുകയും ചെയ്യുന്ന ഇവർ അമേരിക്കയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൽ ശക്തമായ ഇടപെടലാണ് നടത്തുന്നത്. കറുത്ത വസ്ത്രവും മുഖാവരണവും അണിഞ്ഞ് പൊടുന്നനെ അമേരിക്കൻ തെരുവുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഘം പ്രതിഷേധക്കാർ. എന്നാൽ ഇവർക്ക് കൃത്യമായ ഏകോപനവും സാമ്പത്തിക പിന്തുണയുമുണ്ട്. കൃത്യമായ സംഘടനാ രൂപം ഇല്ലാത്ത ഇവർ സമാന സ്വഭാവമുള്ള പല സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെ സോഷ്യൽ മീഡിയ വഴി ഏകോപിപ്പിച്ച് പ്രതിഷേധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു. വലിയ കലാപങ്ങൾ നടത്താൻ ശേഷിയുള്ള ഇവർ മുൻപും യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ കലാപങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ജോർജ് ഫ്ലോയ്ഡിൻ്റെ കൊലപാതകത്തെ തുടർന്ന് അമേരിക്കൻ നഗരങ്ങളിലുണ്ടായ കലാപത്തിന് പിന്നിലും ആന്റിഫയാണ് എന്നാണ് കണ്ടെത്തിയത്. We have nothing to lose but our chains. ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷമാണ് ആന്റിഫ അമേരിക്കയിൽ ശക്തമായ സാന്നിധ്യമായി മാറിയത്. സോഷ്യൽ മീഡിയയിലൂടെ സംഘടിച്ച് കൂട്ടമായി വന്ന് ആക്രമണം നടത്തി തിരിച്ചു പോകുന്ന ഇവരുടെ പിന്നിലെ ബുദ്ധികേന്ദ്രത്തെ ഉടൻ തന്നെ തിരിച്ചറിയാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ അമേരിക്കയിലെ രഹസ്യാന്വേഷണ വിഭാഗം. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, വിവിധ സ്വവർഗ അനുരാഗികളുടെ അവകാശ സമരങ്ങൾക്ക് പിന്തുണയുമായി ഇവർ ഉണ്ടായിരുന്നു എന്നതാണ്. പലപ്പോഴും അക്രമത്തിലേക്ക് നയിക്കപ്പെടുന്ന ഇവർക്കെതിരെ നിലപാട് എടുക്കുന്നവരെ കായികമായും എതിർക്കാനും ഇക്കൂട്ടർക്ക് യാതൊരു മടിയുമില്ല. അതായത് തീവ്രവാദ സംഘടന എന്ന് തന്നെ ഇവരെ വിളിക്കാം. ആന്റിഫയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുമെന്ന് പ്രസിഡന്റ് ട്രംപും മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം ഇത്രയേറെ ആക്രമണങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത്? മറ്റേത് അമേരിക്കൻ പ്രസിഡന്റിന് നേരിടേണ്ടി വന്നതിനേക്കാൾ
കൂടുതൽ ആക്രമണമാണ് ട്രംപിന് തന്റെ കാലയളവിൽ ഉടനീളം നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം തിരഞ്ഞുള്ള അന്വേഷണങ്ങൾ ചെന്നെത്തി നിൽക്കുക ട്രംപിന്റെ വിശ്വാസാധിഷ്ഠിത നിലപാടുകളിലാണ്. ക്രൈസ്തവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടനയും കറൻസിയിൽ പോലും ദൈവാശ്രയത്വം കുറിച്ചിട്ട് ലോകത്തിൻ്റെ നെറുകയിലെത്തിയ രാജ്യമാണ് അമേരിക്ക. എന്നാൽ വിശ്വാസത്തിലും ജീവന്റെ മൂല്യങ്ങളിലും പിന്നോട്ടുള്ള യാത്രയിലായിരുന്നു ഏതാനും വർഷങ്ങളായി ആ രാജ്യം. ഇവിടെയാണ് വിശ്വാസവും ദേശീയതയും ഉറക്കെ പ്രഖ്യാപിച്ച് ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് കടന്നു വന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപിൻ്റെ പൂർവ്വചരിത്രം ചികഞ്ഞെടുത്തും ലൈംഗിക അപവാദങ്ങൾ ചമഞ്ഞും മുഖ്യധാരാ മാധ്യമങ്ങൾ ഇലക്ഷനിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ തങ്ങളാൽ ആകും വിധം പരിശ്രമിച്ചു. എന്നാൽ മാധ്യമങ്ങൾ തോൽക്കുമെന്ന് പ്രവചിച്ച ട്രംപ് ഹിലരി ക്ലിന്റനെ പരാജയപ്പെടുത്തി അധികാരത്തിലെത്തി. സ്വന്തം പ്രസിഡന്റിനെ വെറും ഒരു കോമാളിയാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമായി പിന്നീട് അങ്ങോട്ട്. എന്നാൽ മാധ്യമങ്ങളുടെ കുപ്രചരണങ്ങളെ കൂസാതെ ട്രംപ് ധീരമായി മുന്നോട്ട് പോയി. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടപ്പാക്കാൻ തുടങ്ങി അദ്ദേഹം. അമേരിക്കയെ വിശ്വാസത്തിലധിഷ്ഠിതമായ രാജ്യമാക്കുന്നതിന് ട്രംപ് എടുത്ത നിലപാടുകൾ പലരെയും ചൊടിപ്പിച്ചു. ഭ്രൂണഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്ലാൻഡ് പാരന്റ്ഹുഡിന്റെ മേൽ കൈവച്ചപ്പോഴും മതസ്വാതന്ത്ര്യത്തിനായി നടപടികളെടുത്തപ്പോഴും മാധ്യമങ്ങൾ ട്രംപിനെ കടന്നാക്രമിച്ചു. പ്രസിഡന്റ് താമസിക്കുന്ന ഔദ്യോഗിക വസതിക്ക് മുൻപിൽ വരെ സമരം നടത്താൻ പ്രതിഷേധക്കാർക്ക് അനുവാദം ലഭിച്ചത് അമേരിക്കയിൽ നിലനിൽക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അമേരിക്കയിൽ ഇനി വരുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ്. അടുത്ത നവംബറിലാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ഏതു വിധേനയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തുറുപ്പുചീട്ടായ ട്രംപിനെ താഴെയിറക്കാൻ എതിരാളികളായ ഡെമോക്രാറ്റുകളെക്കാൾ അധ്വാനിക്കുന്ന വലിയൊരു സംഘം തന്നെ ഇന്ന് അവിടെയുണ്ട്. ജീവനെതിരെ നിലകൊള്ളുന്ന അബോർഷൻ അനുകൂലികളും അമേരിക്കയെ വിശ്വാസരഹിത രാജ്യമാക്കാൻ ശ്രമിക്കുന്ന ഇലുമിനാറ്റി മാസോണിക് സംഘങ്ങളും അവർ ഇന്ന് ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി കൈകോർക്കുകയാണ്. ജോർജ് ഫ്ലോയിഡിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമേരിക്ക ഇപ്പോഴും കത്തുകയാണ്. നഗരങ്ങൾ സംഘർഷഭരിതമാണ്. ഇപ്പോൾ നടക്കുന്ന കലാപത്തിൻ്റെ പിൻനിരയിൽ നിൽക്കുന്നവർ ഇനിയും മറനീക്കി പുറത്തു വന്നിട്ടില്ല. ആൻറ്റിഫ പോലെയുള്ള സംഘടനകളുടെ പിന്നിലാരാണെന്ന് ഇനിയും വ്യക്തമാകേണ്ടിയിരിക്കുന്നു. സമാധാനപരമായ പ്രതിഷേധങ്ങളെ കലാപമാക്കി വളർത്തുന്നവരും ഇത്തരം കലാപത്തെ അനുകൂലിക്കുന്നവരും രാജ്യത്തെ അസ്ഥിരമാക്കുകയാണ്. അറബ് വസന്തം എന്ന പേരിൽ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെ ഭരണകൂട വിരുദ്ധ മുന്നേറ്റങ്ങൾ ആ രാജ്യങ്ങളെ കൂടുതൽ അസ്ഥിരമാക്കുകയാണ് ചെയ്തത് എന്നാണ് ചരിത്രം. ഇപ്പോൾ നടക്കുന്ന കലാപം അമേരിക്കൻ ഉണർവിനുള്ള കോപ്പുകൂട്ടലാണെന്നാണ് ചിലർ വ്യാഖ്യാനിക്കുന്നത്. അമേരിക്കയെ ശിഥിലമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരല്ലേ അവർ എന്നതല്ലേ സത്യം. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും വന്ന കുടിയേറ്റക്കാരിലെ തീവ്രവാദികൾക്കും അവരെ പിന്തുണയ്ക്കുന്ന തീവ്രവാദ സംഘടനകൾക്കും ഇപ്പോഴത്തെ കലാപങ്ങളിൽ പങ്കുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അമേരിക്കയെ തളർത്തിയാൽ മാത്രമേ ഇനി അവർക്ക് തങ്ങളുടെ താൽപ്പര്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവാശ്രയത്തിൽ നിന്ന് രാജ്യത്തെ വിടുവിക്കാൻ ശ്രമിക്കുന്ന വേറൊരു കൂട്ടർ, ഭരണം പിടിച്ചെടുക്കാൻ തന്ത്രങ്ങൾ മെനയുന്ന മറ്റൊരു കൂട്ടർ, അവരുടെ ഇടയിൽ കലാപത്തിന് പിന്നിൽ ആരാണെന്ന് തിരിച്ചറിയാതെ വംശീയാതിക്രമങ്ങളിൽ നിന്ന് മോചനത്തിനായി പ്രതിഷേധിക്കുന്ന കുറെ നിഷ്കളങ്ക മനുഷ്യരും. ഇതാണ് കലങ്ങിമറിയുന്ന ഇന്നത്തെ അമേരിക്ക. കോവിഡ് മൂലം ഏറ്റവും കൂടുതൽ പേർ മരണമടഞ്ഞ രാജ്യമാണ് അമേരിക്ക. കോവിഡ് പ്രഭാവത്തിന്റെ ശക്തി ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. രാജ്യം കോവിഡിനോട് മല്ലിടുമ്പോൾ
ഭരണകൂടത്തിന് പിന്തുണ നൽകേണ്ടവർ തന്നെ കലാപത്തെ ന്യായീകരിക്കുന്ന ദയനീയ കാഴ്ചയാണ് ഇപ്പോൾ അമേരിക്കയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ്. 20 ലക്ഷം രോഗികളുള്ള രാജ്യം. 1,10,000-ലേറെ കോവിഡ് മരണങ്ങൾക്ക് അമേരിക്ക സാക്ഷ്യം വഹിച്ചു. ഇത്രയും ദയനീയമായ അവസ്ഥയിലൂടെ രാജ്യം കടന്നുപോകുമ്പോൾ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവരും അതുകൊണ്ട് തന്നെ സംയമനം പാലിക്കേണ്ടവരുമായവർ പോലും എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ വിവാദ പരാമർശങ്ങൾ നടത്തുകയാണ്. അത് കൂടുതൽ കലാപങ്ങൾക്ക് വഴിമരുന്നിടുന്നുമുണ്ട്. സാമൂഹ്യ അകലം പാലിക്കപ്പെടുന്നില്ലെന്നും ലോക്ക്ഡൌൺ തുടരണമെന്നും ഒരു സമയത്ത് മുറവിളി കൂട്ടിയവർ തെരുവുകൾ ഇപ്പോൾ ജനം പ്രതിഷേധത്തിനായി കൂട്ടം കൂടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്തൊരു വിരോധാഭാസമാണിത്. കേസിൽ ഉൾപ്പെട്ട പോലീസുകാർക്കെതിരെ ശക്തമായ നടപടികളിലേക്ക് ഭരണകൂടം കടന്നെങ്കിലും അതും കണ്ടില്ലെന്ന് ഇക്കൂട്ടർ നടിക്കുകയാണ്. ഏതു വിധേനയും രാജ്യം സമാധാനത്തിലേക്ക് എത്രയും വേഗം കടന്നു വരേണ്ടതുണ്ട്. ചെറിയ തോതിലുള്ള വർണ്ണവർഗ വിവേചനം നിലനിൽക്കുന്നുണ്ടെങ്കിലും മറ്റു രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി വന്നവരെ തുറന്ന മനസ്സോടെ സ്വീകരിച്ച ചരിത്രമാണ് അമേരിക്കയുടേത്. കോവിഡ് എന്ന മഹാമാരി മൂലവും ആഭ്യന്തര കലാപങ്ങൾ മൂലവും അമേരിക്ക തളർന്നിരിക്കുന്ന ഈ നാളുകളിൽ ആ രാജ്യത്തെയും അവിടുത്തെ ഭരണാധികാരികളെയും പിന്തുണയ്ക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. മാത്രമല്ല, ഏകദേശം 1 കോടിയിലധികം ഇന്ത്യക്കാർ വസിക്കുന്ന രാജ്യമാണ് അമേരിക്ക. അതിനാൽ തന്നെ അമേരിക്കയിലെ പ്രശ്നങ്ങൾ ഇന്ത്യക്കാരുടെ കൂടി പ്രശ്നമായി കാണണം. വർഗീയമായി വേർതിരിവ് സൃഷ്ടിക്കപ്പെട്ടാൽ അത് ജനങ്ങളെ വിഭജിക്കുകയാണ് ചെയ്യുക. ജോർജ് ഫ്ലോയ്ഡ് വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് ഇപ്രകാരമാണ്: സ്വയം നശിപ്പിക്കുന്നതും സ്വയം മുറിപ്പെടുത്തുന്നതുമാണ് അമേരിക്കയിലുണ്ടായ ആക്രമണങ്ങൾ. അതിക്രമങ്ങൾ വഴി നേട്ടമല്ല, നഷ്ടമാണ് ഉണ്ടാകുക. കലാപങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനു പിന്നിൽ പൈശാചികമായ സ്വാധീനമുണ്ട്. അമേരിക്കയിൽ എത്രയും വേഗം സമാധാനം പുലരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ആ രാജ്യത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്നവരുടെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവരുടെയും പ്രവർത്തനങ്ങൾ നിർവീര്യമായി പോകട്ടെ. വർണ്ണവർഗ വ്യത്യാസങ്ങൾ കൂടാതെ എല്ലാവരെയും തുല്യരായി കാണുന്നതിനും സ്നേഹിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ അവിടെ രൂപപ്പെടട്ടെ. അമേരിക്കയും അവിടുത്തെ ജനതയെയും ദൈവം സമാധാനത്തിന്റെ തികവിലേക്ക് നയിക്കട്ടെ. We shall overcome. We shall overcome. We shall overcome.